കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിൽ പ്രതിഷേധിച്ച് കണ്ണൂരിൽ മുതിർന്ന നേതാവ് പാർട്ടി വിട്ടു. കണ്ണൂർ മുൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റും മുൻ എടക്കാട് പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ.വി. രവീന്ദ്രനാണ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചത്. രവീന്ദ്രനും കുടുംബവും CPM-നൊപ്പം ചേർന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ചതിൽ പ്രതിഷേധിച്ചാണ് കെ.വി. രവീന്ദ്രൻ കോൺഗ്രസ് വിട്ടത്. 20 വർഷത്തിലധികം കോൺഗ്രസ് എടക്കാട് മണ്ഡലം പ്രസിഡന്റായിരുന്ന രവീന്ദ്രൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ്, DCC ക്ഷണിതാവ്, എടക്കാട് ബാങ്ക് പ്രസിഡന്റ്, എടക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയ പദവികൾ അലങ്കരിച്ച നേതാവാണ്. കോൺഗ്രസ് ഗാന്ധിസവും മതേതരത്വവും കൈവിട്ടുവെന്നും ഈ ആശയങ്ങൾ മുറുകെ പിടിക്കുന്നവർക്ക് ഇനി കോൺഗ്രസിൽ തുടരാനാവില്ലെന്നും കെ.വി. രവീന്ദ്രൻ പറഞ്ഞു. ഇന്ന് ജമാഅത്തെ ഇസ്ലാമിനെ പോലുള്ള മതസംഘടനകളുമായി കൂട്ടുപിടിച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലമ്പൂരിൽ വിജയം ആഘോഷിക്കുമ്പോൾ മതതീവ്രവാദികളുമായി കൂട്ടുചേർന്നുകൊണ്ട് അവിടെ ഒരു കൂട്ടുകെട്ടുണ്ടാക്കി പുതിയ സംവിധാനത്തിലൂടെ ഈ കേരളത്തിൽ അധികാരത്തിൽ വരാൻ ഏത് മതസംഘടനകളുമായി കൂട്ടുചേർന്നുകൊണ്ട് വൃത്തികെട്ട രാഷ്ട്രീയ സമീപനം സ്വീകരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ തുടർന്നു പോകാൻ സാധ്യമല്ല. കോൺഗ്രസ് വിട്ട കെ.വി. രവീന്ദ്രനും കുടുംബവും CPIM-ൽ ചേർന്നു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ, ജില്ലാ സെക്രട്ടറി KK രാഗേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇവരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. രവീന്ദ്രനെയും കുടുംബത്തെയും CPIM-ലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കോൺഗ്രസ് തകർന്നുകൊണ്ടിരിക്കുന്നു എന്നതിന് കാരണം കോൺഗ്രസ് സ്വീകരിക്കുന്ന രാഷ്ട്രീയ നയങ്ങളും നിലപാടുകളുമാണ്. ദീർഘകാലത്തേക്ക് നമ്മുടെ രാജ്യത്തിന് അപകടമുണ്ടാക്കുന്ന ഒരു നയമാണ് കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും മൂല്യാധിഷ്ഠിത മതനിരപേക്ഷ രാഷ്ട്രീയ നയത്തിന് വിരുദ്ധമാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കെ.വി. രവീന്ദ്രനും കുടുംബവും CPIM-ൽ ചേരുന്നത്. നിലമ്പൂരിൽ വർഗീയ കക്ഷികളുമായി സഖ്യമുണ്ടാക്കിയതിനെതിരെ കോൺഗ്രസിനകത്ത് തന്നെയുള്ളവർക്ക് പ്രതിഷേധമുണ്ട്. തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ ഈ വിയോജിപ്പ് പരസ്യമാക്കി രംഗത്തെത്തിയവരിൽ ഒരാളാണ് കെ.വി. രവീന്ദ്രൻ. കൈരളി ന്യൂസ്, കണ്ണൂർ.